ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചക്കപ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് പഴുത്ത ചക്കയാണ്. അത് ഈ വലുപ്പത്തിൽ ഇതങ്ങനെ വലിയ കഷ്ണങ്ങളായി നുറുക്കിയിട്ടുണ്ട്. അത് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് വേവാൻ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാം. പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പോകും. അതിൻ്റെ ഇടയിൽ നമുക്കിതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിലേക്ക് അതായത് 1 മുറി നാളികേരം, 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര്. നല്ല പുളിച്ച തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൈരോ മോരോ എന്തും ആവാം. ഇത് നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഈ തൈരും കൂടി അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് അരയ്ക്കാവുന്നത്. എല്ലാവരും ഇതൊന്നും മിസ് ചെയ്യാതെ കാണണേ. കാരണം ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ മറന്നുപോയത് ഇടയിൽ പറയും. അതുകൂടി ചേർത്ത് ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്കപ്പഴം പാകമായിട്ട് വന്നിട്ടിരിക്കുന്നത്. ഞാനിവിടെ എൻ്റെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്തിട്ടാണ് അരച്ചത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്തി കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ പാകത്തിന് തന്നെയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ചേർത്തുന്നില്ല. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല. ഒന്നിങ്ങനെ ഒരു തള പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു തള വരട്ടെ. തിള പൊട്ടി തുടങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എനിക്കിവിടെ ധാരാളം കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ യഥേഷ്ടം ചേർക്കും. കറിവേപ്പില കൂടി ചേർത്തിയപ്പോൾ അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ചോറുണ്ണാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്രയും ആയാൽ മതി. നമുക്കിനി ഇത് വാങ്ങി വെച്ചിട്ട് ഇതിനുള്ള താളിപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ഉത്തമം. കൂടുതൽ ടേസ്റ്റ് തരുന്നത് വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക്, വറ്റൽമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, വളരെ കുറച്ച് മതി ഉലുവ, പക്ഷേ അതിൽ ചേർത്താൽ മാത്രമേ ഇതിനുള്ള വേണ്ടത്ര ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം.
പുറത്തുനിന്ന് ലേശം കാറ്റ് വരുന്നത് കൊണ്ടാണ് തോന്നുന്നു എണ്ണ കടുക് പൊട്ടാൻ ഇത്തിരി താമസം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുമ്പോൾ നല്ല മണമാണ്. കടുക് പൊട്ടി വരട്ടെ, താമസം ഉണ്ടെന്ന് തോന്നുന്നു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചക്കപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വെച്ച് നോക്കണം. ഒരു പക്ഷേ മാമ്പഴ പുളിശ്ശേരിയേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇതിന്. ഒരിക്കൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചക്കപ്പഴം വെറുതെ കളയില്ല, എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.